guys, welcome to Joy Stories. So നമ്മൾ ഇന്നൊരു സാറ്റർഡേ ആണ്. നമ്മളിന്ന് ചുമ്മാ പുറത്ത് എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് പോവാം. സോ പോവാന്ന് വെച്ചിട്ട് ഞങ്ങൾ ചുമ്മാ പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ്. ഞങ്ങൾ ബിസി വീക്കായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചുമ്മാ ടൈം സ്പെൻഡ് ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ രാവിലെ പറഞ്ഞു ഐ ഹോപ്പിൽ പോവാന്നല്ലേ. ബിക്കോസ് ഞാൻ ഇതുവരെ ഐ ഹോപ്പിൽ പോയിട്ടില്ല. ഐ ഹോപ്പ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് ഒരു ഔട്ട്ലെറ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കിട്ടുന്നത്. 24 hour ബ്രേക്ക്ഫാസ്റ്റ് ആണോ? 24 hour ബ്രേക്ക്ഫാസ്റ്റ്. ഒന്ന് നേരം International House of Pancakes. ഇന്റർനാഷണൽ ഹൗസ് ഓഫ് പാൻകേക്സ് എന്നാണ് ഐ ഹോപ്പിന്റെ ഫുൾ ഫോം. സോ എനിക്കറിയത്തില്ല നമ്മൾ അവിടെയാണോ പോകുന്നത്, വേറെ എവിടെയെങ്കിലും പോകുമോ, നമ്മുടെ പ്ലാൻ ചേഞ്ച് ഉണ്ടാവുമോ ഒന്നും. ജസ്റ്റ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞ ഒരു പ്ലാൻ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഒരാഴ്ചയായിട്ട് നമ്മൾ ഇങ്ങനെ വർക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. സോ വി ആർ അറ്റ് ഐ ഹോപ്പ് ഗൈസ്. ഞങ്ങൾ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു. So guys, a very quick prudent. What falls but never gets hurt? What falls But never gets hurt. Cricket ball. ശരിയാ, വരാതിരുന്നാ മതിയായിരുന്നു. I don't know. Waterfall. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. What Can you falls guys guess and say the answer? what Please comment the falls answer. but never get If you know. hurt? അതിന്റെ ഉത്തരം എന്താണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ശരി, ഇങ്ങനത്തെ The ഇടയ്ക്കിടയ്ക്ക് riddle is what falls but never gets hurt. സോ എന്താ ഷെയ്ൻ എന്നാ ഓർഡർ ചെയ്യുന്നേ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, ഇതാണ് ഇവരുടെ പാൻ കേക്ക്. ഇത് ഫുൾ കോംബോ. ഇത് എനിക്ക് മറ്റേ സാമ്പിൾ. ഇത് പാൻ കേക്ക് ഇല്ല, ഇതാണ് സ്റ്റേക്കും മുട്ടയും ഇതൊക്കെ ഹാഷ് ബ്രൗണോ. ഓക്കെ ഓ ഷട്ട്, ഇത് ഭയങ്കര അപ്പീലിംഗ് ആണ് ഈ പാൻ കേക്ക്സ് അല്ലേ? ഇത് ലൈക്ക് $12-11 ഒക്കെയാണ് ഇതിന്. ബട്ട് ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുണ്ട്. എനിക്കിവിടെ വന്നിട്ട് വേറെ പലതും കഴിക്കാൻ തോന്നും, പക്ഷേ ഐ ഹോപ്പ് ഒരു പാൻ കേക്ക് പിന്നെ ഇതാവുന്നുണ്ട്. എനിക്ക് വേറെ എന്തൊക്കെയോ കഴിക്കാനാ തോന്നുന്നത്. ശരി, എനിക്ക് പാൻ കേക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നാൽ മതി. ഞാൻ പാൻ കേക്ക് ഉണ്ട് ഇവിടെ ലൈക്ക് എല്ലാം കിട്ടും നമുക്ക് ഇവിടെ. നമുക്ക് പാൻ കേക്ക്സ് ഓർഡർ ചെയ്യുന്നതാണ് നല്ലത്. കോഫി ഉണ്ട്, പക്ഷെ 4 രൂപയാണ്, പക്ഷെ അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടും. $4 ആണ് പെർ പേഴ്സൺ, പക്ഷെ അൺലിമിറ്റഡ് കോഫിയാണ് നമുക്ക് ഇവിടെ കിട്ടും. നമ്മൾ ആദ്യം നമ്മുടെ ഡ്രിങ്ക്സ് എന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവരെന്തോ ഓർഡർ എടുത്തെന്ന് തോന്നുന്നു. ആ ബിഗ് ബേക്കണോ എന്താ ബിഗ് സ്റ്റേക്കോ അത് അവരെടുത്തു എന്ന് തോന്നുന്നു. മിക്കവാറും അതും കൊണ്ടായിരിക്കും വരുന്നത് ഡ്രിങ്ക്സ് വന്നത്. Thank you. Okay. Thank you so much. ഇതെന്നതാ? That's the leftover. ഇതിനകത്ത് കൊള്ളിക്കാത്തോണ്ട് ബാക്കി കൊണ്ടുവന്നെയാണോ? സോ ഗൈസ്, നമ്മുടെ ഫുഡ് വന്നു. ആക്ച്വലി കഴിച്ചു തുടങ്ങി. ഇതാണ്. ഇതിനകത്ത് സ്റ്റേക്ക് ഉണ്ട്, മഷ്റൂംസ് ഉണ്ട്, എഗ് ഉണ്ട്. ഇത് അതാ മറ്റേ ഹാഷ് ബ്രൗൺസ് പ്ലസ് 2 ബട്ടർ. ഹാഷ് ബ്രൗൺ സാധാരണ കടയിൽ കിട്ടും അത്രയും വലുപ്പമല്ല കേട്ടോ. ഹാഷ് ബ്രൗൺസ് ആണ് സാധാരണ ഡങ്കിൻ ഡോണറ്റ്സിനൊക്കെ കിട്ടാറ്. ഇത് വലുതാണ്. പിന്നെ ഇത് ഒരു 2 sets ഓഫ് പാൻ കേക്ക്. മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് സാമ്പിൾ എന്ന് പറയുന്ന സംഭവമാണ്. ഇറ്റ് സപ്പോസ് ടു ബി ലൈക്ക് 2 സോസേജ്, 2 ഹാം, 2 ബേക്കൻ, ഹാഷ് ബ്രൗൺ, 2 മുട്ട, പിന്നെ 2 ബട്ടർ പാൻ കേക്ക്സ്. ഓക്കെ ആണ് ഇതിനകത്ത് വരുന്നത്. ബട്ട് ഐ ഡിഡ്ന്റ് വാണ്ട് ദ ബേക്കൻ, സോ ഐ ടുക്ക്. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ ചോയ്സ് ഓഫ് സിറപ്പും അവർ തരും. ഞാൻ സ്പെഷ്യൽ സിറപ്പാണ്, ബ്ലൂബെറി, സ്ട്രോബെറി ആൻഡ് പീക്കൻ. പിന്നെ അല്ലാതെ ഓൾഡ് ഫാഷൻ ഓൾറെഡി നമുക്കിവിടെ ഉണ്ട്. എങ്ങനെയുണ്ട്? ഹൗസ് ഇറ്റ്? എനിക്ക് സംഭവം അറിയാം. സാധാരണ കടയിൽ മുട്ട ഭയങ്കര കുറച്ചുകൂടെ ഫ്ലേവർ തോന്നുന്നു. ഇവിടെ അത്ര ഇല്ലേ? എനിക്കിത് ഭയങ്കര ഇവിടെ എനിക്ക് ഫ്ലേവർ കൂടുതൽ തോന്നുന്നു. ഇപ്പം ഇവിടെ നമ്മുടെ ഇവിടുത്തെ വെയിറ്റ്രസ് പുള്ളിക്കാരി വന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ ഒരു ഡിസ്കൗണ്ട് മറ്റേ സ്പിന്നറുണ്ട്. നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നമ്മൾ ആ സ്പിന്നറിൽ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് നമുക്ക് കിട്ടിയാൽ നമുക്കത് റെഡീം ചെയ്യാൻ പറ്റും. അത് ആദ്യം ചെയ്താൽ നല്ലതാണ്. നമുക്ക് ആ ഡിസ്കൗണ്ട് ക്ലെയിം ചെയ്യാം. പാൻ കേക്ക്സ് എങ്ങനെയുണ്ട് ഷെയ്ൻ?
ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഭയങ്കര വ്യത്യാസം. ഇവരെന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഭയങ്കര. ഇത് സോൾട്ടഡ് ബട്ടറാണ് നമ്മൾ. മേ ബി ഭയങ്കര ഫ്ലഫിയാണ്, വലിപ്പമുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സംഭവം ഉണ്ടല്ലോ. നമ്മള് അതെ, ടു ഗുഡായിട്ട് ഫീൽ ചെയ്തു. Catering from IHOP. Order online so your guests can enjoy our range of unique options. From pancakes to crowd-pleasing apps, even party platter entrees. Don't follow around with the ordinary. Give your guests what they're really craving. IHOP. We'll do 10% off. We're not doing it for you, that's for you. We don't know how we'll do the beverage that we have already got, you know. So നമ്മുടെ ഡിസ്കൗണ്ട് റീല് സ്പിൻ ചെയ്ത് നമുക്ക് 10% ഓഫ് കിട്ടി. 20 കിട്ടേണ്ടതായിരുന്നു അല്ലേ? 20 ഇങ്ങനെ അങ്ങ് പോയി. 20 കിട്ടേണ്ടതായിരുന്നു ഗൈസ്. So this was our first IHOP experience, and this is easy. We are a great service. You know, if you want to try IHOP, please come over here and ask for Yuli. Yeah. Fine road here. Yeah. Thank you so much. Yeah. All right, everything good? Yeah. All right. ഓക്കെ, സോ നമ്മൾ ഈ വഴി പോയപ്പോൾ നമ്മൾ IHOPൽ നിന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് ദൂരം വന്ന് ഈ വഴി പോയപ്പോൾ ഇവിടെ ഒരു നഴ്സറി കണ്ടു. ഞാൻ മാത്രമേ അകത്തോട്ട് തോന്നുള്ളൂ. നമ്മൾ പോയിട്ട് എന്തൊക്കെയാണ് അവിടെ നിന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ എനിക്ക് ചുമ്മാ നോർമൽ അങ്ങോട്ടുണ്ടേ സീരിയസ് അങ്ങോട്ട് ഒരു ചെടിക്കടയാണ്. നാട്ടിലെ നമ്മുടെ നഴ്സറി ഒക്കെ പറയുന്ന പോലെ ഒരു നോർമൽ ചെടിക്കടയാണ്. പിന്നെ ഞങ്ങൾക്ക് അവിടെ കുറച്ച് കുഞ്ഞു ചെടികളുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്പ്രിങ് തുടങ്ങുമായതുകൊണ്ട് ഇപ്പോൾ ബെസ്റ്റ് ടൈമാണ് ചെടികളൊക്കെ വളർത്താനൊക്കെ ആയിട്ട്. അങ്ങനെ ജസ്റ്റ് ചുമ്മാ ഇവിടെ ഒരു നല്ലൊരു ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് കയറി നോക്കിയെന്നേ ഉള്ളൂ. ഭയങ്കര വിലയായിരിക്കും നമ്മളിങ്ങനെ വാങ്ങിക്കുമ്പോഴൊക്കെ. ഇതൊക്കെ കാണാനായിട്ട് എന്താണിത്? ഇതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള പേരുകളെ എഴുതുള്ളൂ എന്നുള്ളതാണ്. ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര പൈസയുമാണ്. നമ്മുടെ മണി പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ ചീപ്പാന്ന് വിചാരിക്കും, പക്ഷേ ഈ ഒരു ഇതിനൊക്കെ $9.98 എന്ന് പറയുമ്പോൾ ഒരു $10 വരും. ഇത് കുറച്ചുകൂടെ വേറെ വെറൈറ്റി ആയതുകൊണ്ട് $14 ഉണ്ട്. ചെറുതിന് അത്രയും കാണത്തില്ലായിരിക്കും. ചെറുതിന് $10. നമ്മുടെ അവിടെ നമുക്ക് മണി പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നല്ല രസമല്ലേ, എനിക്കിങ്ങനെ വന്ന് വെറുതെ കാണാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓ മൈ ഗോഡ്, ഇത് ഈ CZ പ്ലാന്റ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കളറ് വ്യത്യാസം ഈ ഡാർക്ക് ഗ്രീൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഇതിന് $40 ആണ്. സ്നേക്ക് പ്ലാന്റ്, കാക്ടസ് പെനൽ, നല്ല രസമല്ലേ ഇത് കാണാൻ. ഇനി ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതാണ് നല്ല ഭംഗിയില്ലേ. നമുക്ക് ഇത് എനിക്ക് തോന്നുന്നു ലീഫി പ്ലാന്റ്സ് മാത്രമാണെന്ന് തോന്നുന്നു. നമുക്കിനി ഇതൊക്കെ എന്ത് വലിപ്പമാണ് ഈ ഫോണിന് അല്ലേ. ഇത് തൈയൊക്കെ അവർക്ക് തന്നൂടെ വെറുതെ. ഇവിടെയാണ് ഓർക്കിഡ്സ് ഒക്കെ ഉള്ളത്. ഇത് ഇതിനെ കൂട്ടിലിട്ടേക്കണേന്ന് എനിക്കറിയില്ല, ഭയങ്കര പൈസ ആയതുകൊണ്ടാണോ. മുല്ലയുണ്ട് ഇവിടെ, മുല്ല, ജാസ്മിൻ. വാവ്, ഞാൻ ഇവിടെ ഇന്ത്യൻ കടയിലല്ലാതെ ഇങ്ങനെ മുല്ല ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കുന്നത്. ശരിക്കും കുറേ നാളായിട്ട് നല്ല മണമുള്ള എന്തെങ്കിലും ഒരു ചെടി ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. റബ്ബർ പ്ലാന്റ് ഇത്രയും വലിപ്പമുള്ളതിന് എനിക്ക് തോന്നുന്നു വില കുറവാണ്. ഇതിനൊരുമാതിരി $35 ഉള്ളൂ. ഇത് രസമാണ് കാണാൻ. ഇത് നമ്മുടെ നാട്ടിലുള്ള ഇതിൻ്റെ ബ്ലൂ അല്ലേ, ശംഖുപുഷ്പം പോലെ ഇരിക്കുന്നൊരു പൂ വരുന്നത്. ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ സെറ്റ് എടുക്കുന്നതിന് $9 ഒക്കെ വരുന്നത്. ഇതെന്നതാ, ഇവിടെ ഇങ്ങനെ ഇത് എഴുതി വെച്ചിട്ടുണ്ടാവും ഏത് പ്ലാന്റ് ആണെന്നുള്ളത്.
ഇത് നമ്മുടെ നാട്ടിലൊരു വാഴച്ചെടിയില്ലേ, അതിൻ്റെ പൂവൊക്കെ ഉള്ള ആ സാധനം. ഇതിന് ഇവിടെ തക്കാളിയൊക്കെ ഉണ്ട്, കണ്ടോ. ഈ തക്കാളി തന്നെ ഒത്തിരിയും വെറൈറ്റീസ് ഉണ്ട്, നമുക്കറിയാത്ത ഒത്തിരിയും വെറൈറ്റീസ് ഇതിനകത്തുണ്ട്. കണ്ടോ, പേരൊക്കെ എഴുതിയിട്ടുണ്ട് അവരിവിടെ. പിന്നെ ഇവിടെ മുളകുണ്ട്, തക്കാളിയും മുളകുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും. ഇത് മറ്റേ ക്യാപ്സിക്കം ബെൽ പെപ്പർ പോലത്തെയാണ്, ഇതാണ് സാധാ മുളക്. ഇതും ക്യാപ്സിക്കമാണ്. ഇത് നമ്മുടെ പോലത്തെ മുളകാണ്. വെള്ളമുളക്, അതെ ഇതാണ്, ഇത് വെള്ളമുളകാണ്. സ്വീറ്റ് ബനാന അതിൻ്റെ പേര്. ഇത് നമ്മുടെ പച്ച ഉണ്ടമുളകില്ലേ, അതുപോലത്തെ ഇത്. എല്ലാ വെറൈറ്റീസും ഉണ്ട് ഇവിടെ ബേസിക്കലി. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് പോയി എടുക്കാം. ഇവിടെ റോസസ് ഉണ്ട്, അതിന് കുറച്ച് മാത്രം പൂത്തിരിക്കുന്നുള്ളൂ. കണ്ടോ, ഇതൊന്നും ഇപ്പോൾ എനിക്ക് ഇവിടെ സീസൺ ആയിട്ടില്ല, റോസസിൻ്റെ സീസൺ ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അടുത്ത മാസം ഇത് പ്രീ സെയിലാണ്. ഇപ്പം നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ബുക്ക് ചെയ്ത് വെച്ചാൽ പ്രീ സെയിലിനെ മാത്രമേ ഉള്ളൂ. ഒരു പർപ്പിൾ കളർ റോസ്, ഇത് ഭയങ്കര റെയർ കളറല്ലേ. അതിൽ എന്നതേ ഇത് കണ്ടോ, എനിക്കറിയത്തില്ല എന്ത് പൂവാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇറ്റ് ലുക്സ് ലൈക്ക് റോസ്, ഭയങ്കര വലിപ്പമുള്ള പൂക്കൾ. കണ്ടോ, റോസ് പോലെ ഇരിക്കുന്ന, പക്ഷെ ഇത് റോസ് അല്ല. ഭയങ്കര വൃത്തിയായിട്ടുണ്ട് കാണാൻ. ഞാനൊന്നും വാങ്ങിക്കുന്നില്ല. നമുക്ക് അവിടെ പറ്റുന്ന അവിടെ എന്താ പറയുക, ആ വീടിന് പറ്റുന്ന രീതിക്കുള്ള ആവശ്യത്തിന് ചെടികൾ നമുക്കുണ്ട്. നമുക്ക് നാട്ടിലൊക്കെ കിട്ടുന്ന ടെറക്കോട്ടയുടെ പോട്ട്സ് കണ്ടോ, അതൊക്കെ ഉണ്ട്. നമ്മൾ 2 ചെടി വാങ്ങിച്ചു. ഇവനാളാകെ മാറിപ്പോയി. ചുമ്മാ കാണാൻ വന്നതാ, പക്ഷെ ഭയങ്കര പ്രൈസി അല്ല എന്ന് തോന്നിയോണ്ട് 2 ചെടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് മുല്ലയാണ്, ഇതല്ലാതെ ഒരു നോർമൽ ലീഫി പ്ലാന്റ് ആണ്. മുല്ല മുട്ടിടുമെന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും മുട്ടിട്ടില്ലെങ്കിലും സഹിക്കാവുന്ന പൈസ ആയതുകൊണ്ട് വാങ്ങിച്ചതാണ്. ഹലോ ഗൈസ്, നമ്മൾ അടുത്ത ദിവസമാണ് ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ വന്നേക്കാം. ഇവിടെ ഒരു വിയറ്റ്നാമീസ് മാർക്കറ്റ് ഉണ്ട്, അവിടെ നമ്മൾ മീൻ വാങ്ങിക്കാൻ വന്നതാണ്. മീനൊക്കെ നമുക്ക് കിട്ടി. ഇന്ത്യൻ മാക്രൽ, നാട്ടിലെ അയില ഇവിടെ കിട്ടി. ദാറ്റ്സ് ലൈക്ക് നോട്ട് സോ കോമൺ. ഞങ്ങൾ മുന്നേ പോയിക്കൊണ്ടിരുന്നിടത്തൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ ഷെയ്ന അയില ഭയങ്കര ഇഷ്ടമാണ്. നോക്ക നമ്മളെല്ലാ ദിവസവും പോകുന്നില്ല, ആഴ്ചയും വീക്കെൻഡിൽ നമുക്ക് പോകുന്ന നമ്മുടെ ഒരു വീക്കെൻഡ് റിച്വൽ ആയിട്ടുള്ള ബെസ്റ്റ് ബൈ നമുക്ക് പോകണം. അതുകൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. സോ സൺഡേ ഡൺ റൈറ്റ്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു പൂത്ത് നിൽക്കുന്ന കാണിച്ചു തരാവേ. ഞാൻ വന്നപ്പോൾ കണ്ടായിരുന്നു. അതുകൊണ്ടോ, ഇതിൻ്റെ കുറച്ചുകൂടി ഒരു വലിയ വേർഷൻ ഇവിടെ ഉണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്, ഒരുമാതിരി ഒരു വെള്ള ഷവറൊക്കെ പോലെ. എന്ത് രസമാണെന്നറിയാമോ, നല്ല വെയിലാണ്. ഞാനെവിടെ പോവാം, എന്ത് രസം കാണാൻ. പക്ഷേ ഇതിപ്പോൾ ഇല വന്നു തുടങ്ങി. ആദ്യം ഇതിന് വെള്ളപ്പൂ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കണ്ടോ, ഇതിങ്ങനെ തലകുത്തി കിടക്കുന്ന ഒരു ചെറിയ ബ്ലോസമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ, എന്ത് ഭംഗിയാണ് കാണാൻ. ഇത് ഈ കടയുടെ സൈഡിലുണ്ടായിരുന്നതാണ്, ഇവിടെ മൊത്തം ഉണ്ട്. ഇതാണ് നേരത്തെ ഞാൻ കാണിച്ചത്. ഇത് കുറച്ചുകൂടി ഒരു ദാരിദ്ര്യമാണ്, മറ്റേത് നല്ല നല്ല പൂത്ത് ഫുള്ളായിട്ട് നിൽക്കുക. കണ്ട എന്ത് രസമാണല്ലേ. ഞാൻ പോട്ടെ, അല്ലെങ്കിൽ ഷെയ്ൻ തന്നെ. ഇനി എങ്ങോട്ടാ ഷെയ്ൻ? നമ്മളിപ്പോൾ ആദ്യം നമ്മുടെ വണ്ടി കഴുകാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. മന്ത്ലി മെമ്പർഷിപ്പ് ഉണ്ട്. കമോൺ,
പണ്ടത്തെ കാലത്തെടുത്തൊന്ന് ഷെയ്ൻ എന്താണ് കാണാൻ നാട്ടുകാർ So, oh yeah. കാണാൻ So like, they didn't have other one in stock? No, I asked him. I had him look a little സോ bit. ഗൈസ് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. Yes, of course. നിങ്ങൾ ലാസ്റ്റ് കണ്ട ക്ലിപ്പ് ഷെയ്ൻ ബെസ്റ്റ് ബൈയിലെ ഷെയ്ൻ്റെ ഒരു ഡ്രീം സാധനം വാങ്ങിക്കുന്നതാണ്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമുക്ക് പിന്നെ വിൽ ഡിസ്ക്ലോസ്. Soon to become. സോ ഇനി ഞങ്ങൾ So this is- തുണിയിലക്കാൻ പോവാണ്. ദിസ് ഇസ് Joy Stories. signing off. Till next Bye. time. Please like and subscribe. Okay.